നാരായണ 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 നാരായണ. വൈശാഖ മാസവും അക്ഷയ തൃതീയയും ആയതുകൊണ്ട് തന്നെ ഞങ്ങളും ഭഗവത് ദർശനത്തിനായി ഗുരുവായൂർക്ക് പുറപ്പെട്ടു. ഒരു നോക്ക് ഭഗവാനെ കാണാനായിട്ട്. ആരാണോ വൈശാഖ മാസത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ഒരു നേരമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ജപിക്കുന്നത് അവരുടെ സകല പാപങ്ങളും ഇല്ലാണ്ടാവണം. വൈശാഖ മാസത്തിലാണ് ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിലേക്ക് വരുന്നത്. ഈ മാധവ മാസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനകർമ്മങ്ങൾ ചെയ്യും ഭക്തർ. വീടും തൊടിയെല്ലാം വൃത്തിയാക്കി വയ്ക്കും. തുളസീദേവിയെ ദർശനം ചെയ്ത് സദാസമയവും ഭഗവത് സ്മരണയിൽ ജീവിക്കും. കാലങ്ങളിൽ മുത്തശ്ശിമാർ രാമായണവും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും നാരായണീയവും ജപിക്കുക പതിവാണ്. ഗോപൂജ നടത്താറുണ്ട്. ചുട്ടുകൊള്ളണ ഈ ചൂടിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണവും ജലവും നൽകണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ വിദ്യയാവാം, ധനാവാം, ധാന്യമാവാം, വസ്ത്രമാവാം, കൊടയാവാം, ഗ്രന്ഥങ്ങളാവാം. ഗ്രന്ഥങ്ങളെന്നാൽ പുരാണ ഗ്രന്ഥങ്ങളും അതിൽ പെടുന്നതാണ്. എന്ത് ദാനം ചെയ്യുമ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടി വേണം ചെയ്യാൻ. ജീവികളോട് ദയയും കാരുണ്യവും കാട്ടേണ്ട മാസമാണിത്. ക്ഷമയ്ക്ക് വളരെ പ്രാധാന്യം നൽകേണ്ട മാസം. ധാരവിചാരങ്ങളെ നിയന്ത്രിക്കേണ്ട മാസമാണ് വൈശാഖ മാസം. വൃക്ഷങ്ങൾ നട്ട് വളർത്തേണ്ട മാസമാണ് വൈശാഖം. തുളസി ദാനം ചെയ്യാം. തുളസിക്കാടുകൾ നട്ട് വളർത്തണം. തുളസിയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളും വൈശാഖ മാസത്തിലാണ് ജന്മെടുത്തത്. കൂർമാവതാരം, നരസിംഹാവതാരം, ബലരാമാവതാരം. ശിവഭഗവാനും ദേവിക്കും വിശേഷപ്പെട്ടതാണ് വൈശാഖ മാസം. ശങ്കരാചാര്യ ജയന്തി വരുന്നതും വൈശാഖ മാസത്തിലാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഭഗവത് ദർശനത്തിന് ശേഷം മനസ്സിന് വളരെ സന്തോഷം തോന്നി. മനസ്സിലെ ഭാരം ഭഗവാൻ കണ്ണൻ ഏറ്റെടുത്ത പോലെ. വെണ്ണ നിവേദ്യവും പാൽപ്പായസവും കദളിപ്പഴവും ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം പ്രസാദൂട്ട് കഴിച്ച ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത്.